അല്ല ഇപ്പം കൊറേ ആൾക്കാർ വന്നിട്ട് ആ കുട്ടി ചെയ്ത തെറ്റ് മറ്റേ ചങ്ങായി ചെയ്തത് ഭയങ്കര ശരിയാണോ മരിച്ചല്ലേ ഇപ്പൊ മരിച്ചായിട്ട് പോയി ഓന്റെ വീട്ടുകാർക്ക് പോയി വേറെ ആർക്കും ഇല്ല ഓനങ്ങ് പോയി മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മരിച്ചത് ഓന്റെ വീട്ടുകാർക്ക് പോയി ഓൻ അങ്ങനെ ചെയ്യാത്തവനോ വലിയ മാനാണെങ്കിൽ ഓനെന്താക്കും പബ്ലിക്കിൽ വന്നിട്ട് അത് ന്യായീകരിച്ച് എന്താക്കണോ ക്ലിയർ ആക്കി കൊടുക്കണം ജനങ്ങളുടെ മുന്നിൽ ഇത് കുട്ടിക്ക് വേണ്ടി ഒരു ബോധവൽക്കരണം കൊടുക്കണം. എന്നിട്ട് ഓനങ്ങ് പോയി മരിച്ചു കഴിഞ്ഞിട്ട് ഓന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇപ്പം വന്നിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെ ഉണ്ട് ചലക്കാനുണ്ട്. കുട്ടി ചെയ്തിട്ട് എന്ത് കുട്ടി ചെയ്തിട്ട് എന്തെങ്കിലും പറയാ? ഏത് ഈ വേട്ടവളിയൻ എന്താണ് എന്താ കുട്ടി ചെയ്ത തെറ്റെന്നോ? ആ കുട്ടി കാണിച്ച കോണത്തിലെ പരിപാടി കാരണേ ഒരു ജീവൻ പോയിട്ടേ അധിക സമയമായിട്ടില്ല. എന്നിട്ട് അപ്പോഴേക്കും ഓരോരുത്തർ വന്നിക്കാ ആ ബദൂരിന്റെ മൂട് താങ്ങാന്. ഇവനൊക്കെ മനുഷ്യനാണോ അതോ മൃഗമോ? എന്തിനല്ലേ മൃഗങ്ങളൊക്കെ പറയണേ? അയറ്റകൾക്ക് ദിറ്റകളെക്കാളും ബുദ്ധിയുണ്ട്. ഇവരൊക്കെ എവിടുന്നാ പൊട്ടിമുളച്ച് വരുന്നതെന്ന് അറിയണില്ല. ഇവൻ പണ്ട് ടിക്ടോക്കിലൊക്കെ വളഞ്ഞാൻ കുളഞ്ഞി നടന്നിരുന്നൊരു 8, 9, 10 അങ്ങനെ എന്തോ ആണ്. ഇജ്ജൊക്കെ മനുഷ്യൻ തന്നെ അല്ലേടോ? ഒരു പെൺപിശാച് കാരനേ ഒരാളിപ്പോൾ മണ്ണിന്റെ അടിയിലാണ്. ഓനെന്നിട്ട് വന്നിക്കാ ഓൾക്ക് ചുക്കാൻ പിടിക്കാന്. അനക്കൊന്നും നാണല്ലേ? അല്ല മനെ, ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇജ്ജ് പൊട്ടനാ? ഓൻ പറയാണേ അയാൾക്ക് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന്. എടാ മരവാണമേ, ആരെങ്കിലും മരിക്കാനായിട്ട് നടക്കുമോ? അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വീട് ജോലി കുടുംബം എന്ന് പറഞ്ഞിട്ടേ അത് മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു സാധു മനുഷ്യനാണ്. പിന്നല്ലേ എല്ലാരെയും മെന്റാലിറ്റിയെ ഒരേപോലെ അല്ല. സമൂഹത്തിലെ അന്തസ്സായിട്ടേ മാനാഭിമാനം ഒന്നും പണയം വെക്കാതെ ആർക്കൊരു ഉപദ്രവം ചെയ്യാതെ നടന്നിരുന്ന ആ പാവത്തിനെ ചിലപ്പോൾ അത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മനം നൊന്നിട്ടൊക്കെ അത് ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ആരേലും മരിക്കാൻ വേണ്ടി ജീവിക്കൂ? എന്ത് പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ചു പറയണേ? എന്നിട്ടോ വന്നിക്ക മറ്റോളെയും പൊക്കി പിടിച്ചാന്. എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കണേ? ഇജ്ജൊക്കെ ഇങ്ങനെ ചിലക്കണീന്റെ മുന്നേ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ വീട്ടിൽ പോയിട്ടേ അവിടുത്തെ അവസ്ഥയൊന്നും നോക്കിയേക്കെ. അയാളുടെ അമ്മയും അച്ഛനും ആ കുടുംബം അനുഭവിക്കണ ആ വേദന അതൊന്ന് പോയി കാണ്. എന്നിട്ട് വന്നിട്ട് ഇതിലിങ്ങനെ വന്ന് ചിലക്ക്. ഇതേപോലെ വേറെ 2 ഇറങ്ങിക്കണു. എന്താ അഞ്ജലിയോ ശ്രീലക്ഷ്മിയോ? അല്ല ഇവരൊന്നും മനുഷ്യന്മാരല്ലേ? ആ മനുഷ്യൻ ഇങ്ങനെ മണ്ണിന്റെ അടി കിടക്കുമ്പോഴേ എങ്ങനെയാ അതിന്റെ പച്ചർച്ചിങ്ങൊക്കെ തിന്നാൻ വെക്കണേ? നാണല്ലേ ഇങ്ങക്കൊന്നും? അല്ല ഇവരിതൊന്നും കാണുന്നില്ലേ ആ കുടുംബം അനുഭവിക്കണ അവസ്ഥ? എന്തൊരു പന്നകളാ നോക്കിയോക്കി. നേരെ കണ്ണും മനസ്സും തുറന്നിട്ടേ അവിടെ പോയി ഒന്ന് നോക്കിയോക്കി. നെഞ്ഞു പൊട്ടണ കാഴ്ചകളാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. പന്ന പുന്നാര മക്കളെ. എന്നിട്ടോ വന്നിക്കുക മറ്റോളെന്താ തെറ്റി ചെയ്തിക്കണെന്നേ കേരള ജനതക്ക് മൊത്തം മനസ്സിലായിക്കണു. അതുകൊണ്ടേ ഓളെ ന്യായീകരിച്ചിട്ടേ ഒരു പുന്നാര മക്കളെ ഇങ്ങോട്ട് വരണ്ട. എവിടുന്നാവോ ഇമാതിരി വാണങ്ങളൊക്കെ കുറ്റിയും പറിച്ചിട്ട് വരുന്നേ? ഹൗൻ്റെ അപ്പോ വല്ലാത്ത മനുഷ്യന്മാരനല്ലേ? എവിടുന്നതൊക്കെ വരുന്നേന്നാവോ? കടന്ന് പെയ്ക്കോളി മൂളകളെ.